ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള ഹെയർ ആക്സസറീസ് അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്ന ഒരു ബിസിനസ് ചെയ്യുമ്പോൾ സെയിൽ ചെയ്യുന്ന ഐറ്റംസ് ഉണ്ടാവുമല്ലോ, അത് ഇവരെ പോലെയുള്ള സെലിബ്രിറ്റീസിന് എങ്ങനെയാണ് അവരുടെ കയ്യിൽ കിട്ടുന്നത്. കാരണം എൻ്റെ പ്രൊഫൈൽ കാണുമ്പോൾ ഒരുപാട് പേര് എന്നോട് സംശയമായിട്ട് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ അറിയാവുന്നതായിരിക്കും, ചിലപ്പോൾ അറിയാത്തവർ അറിയാത്തവരും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസിന് നമ്മുടെ പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് മെയിനായിട്ട് ഞാൻ ചെയ്യാറുള്ളത്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള പോലെ ഇൻസ്റ്റഗ്രാമിലാണ് നമുക്ക് സെയിലുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് എന്ന് പറയുന്നത്. ഇതിലാണ് നമുക്ക് കൂടുതലായിട്ട് സെയിലുള്ളത്. അപ്പോൾ നമ്മൾ പ്രൊമോഷൻ കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രൊമോഷൻ ഇൻസ്റ്റഗ്രാമിനാണല്ലോ, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിനും പ്രൊമോഷൻ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സെലിബ്രിറ്റീസിന് നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെ എത്തിക്കാം, നമ്മുടെ പ്രൊഡക്റ്റിനൊരു പരസ്യം കൊടുക്കില്ലേ. ഇപ്പോൾ ടി വിയിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നവർ അവരുടെ പ്രൊഫൈൽ കാണുമ്പോൾ ഇപ്പോൾ നമ്മളെ പ്രൊഫൈലിനേക്കാളും റീച്ച് ഉണ്ടാവും ഇതുപോലെയുള്ള ഇൻഫ്ലുവൻസർമാരുടെയും അതുപോലെ തന്നെ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ. ഇപ്പോൾ സീരിയൽ ആക്ടേഴ്സ് ആയിക്കോട്ടെ, ഫിലിം ആക്ടേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മോഡൽസോ മേക്കപ്പ് ആർട്ടിസ്റ്റ്, അവരുടെയൊക്കെ പ്രൊഫൈലിന് ചിലപ്പോൾ നമ്മുടെ പ്രൊഫൈലിനേക്കാളും റീച്ച് ഉണ്ടാവും. അപ്പോൾ അത് കാണുന്നവരും കൂടെ നമ്മുടെ പ്രൊഡക്റ്റുകൾ കാണും. അപ്പോൾ അവർ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജിൽ കയറി ചെക്ക് ചെയ്യും. ഇനി വാട്സപ്പ് നമ്പറാണ് കൊടുത്തിട്ടുള്ളത് വെച്ചാൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യും. ഇപ്പോൾ എല്ലാവർക്കും ഇൻസ്റ്റഗ്രാം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, സെയിൽ ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ വാട്സപ്പിലായിരിക്കും നമ്മൾ ഓർഡർ എടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വാട്സപ്പ് നമ്പറും കൂടെ കൊടുക്കുമ്പോൾ അത് വാങ്ങാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യും, നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ഞാൻ കൊളാബ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റുകൾ പ്രൊമോഷന് വേണ്ടിയിട്ട് അയച്ചു കൊടുത്തിട്ടുള്ളവരുടെ വീഡിയോസും കാര്യങ്ങളുമാണ് കേട്ടോ. അല്ലാതെ ഞാൻ വേറെ ആരുടെയും വീഡിയോസ് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വരുന്നതല്ല, എല്ലാം എൻ്റെ പ്രൊഫൈലിലുള്ളതാണ്. ഓക്കെ, ഞാൻ പ്രൊഡക്റ്റ് അയച്ചു കൊടുത്തിട്ടുള്ള ഇൻഫ്ലുവൻസർമാരും അതേപോലെ തന്നെ കുറച്ച് സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ അങ്ങനെ ഫിലിം സ്റ്റാർസ് അല്ല, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കുന്നവർ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഞാൻ പ്രൊഡക്റ്റ്. പിന്നെ ഏറ്റവും വലിയൊരു കൊളാബ് എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റ് ആയിരുന്ന റനീഷ റഹ്മാൻ. ഓക്കെ, അപ്പോൾ അവർക്കാണ് പ്രൊഡക്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ പ്രൊഫൈൽ. അവരുടെ പ്രൊഫൈലിൽ ഇപ്പോഴും നമ്മുടെ പ്രൊഡക്റ്റ് കിടക്കുന്നുണ്ട്. കൊളാബിൻ്റെ ഒരു കോളത്തിൽ നമ്മുടെ ദ ബോസ് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ഹെയർ ക്ലിപ്പ്, അവർക്ക് ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് അയച്ചു കൊടുത്തിരുന്നു. ആ ഷോയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഹെയർ ക്ലിപ്പായിരുന്നു. അപ്പോൾ അത് ഇപ്പോഴും അവരുടെ പ്രൊഫൈലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ കൊളാബ് ചെയ്യുന്നതും കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് അതാണ്. അവരുടെ പ്രൊഫൈലിൽ റീച്ചുള്ള പ്രൊഫൈലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ബെനിഫിറ്റാണ്. കാരണം ആരെ പ്രൊഫൈൽ കയറി നോക്കുമ്പോഴും നമ്മുടെ പ്രൊഡക്റ്റ് കണ്ട് താല്പര്യപ്പെടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യും അല്ലേ. ഇങ്ങനെ ഏറ്റവും ആദ്യം കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡയമണ്ട് കപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു കപ്പിളാണ് കേട്ടോ. അപ്പോൾ ഇനി ആർക്കൊക്കെ കൊളാബ് ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. നമ്മുടെ പ്രൊഫൈലിന് ചിലപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് പ്രൊഫൈലുകൾ കാണും. അപ്പോൾ ഞാനിത് ഇവരായിട്ടാണ് ഏറ്റവും ആദ്യം കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് ഇങ്ങനെ മെസ്സേജ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മളിങ്ങനെ ഹെയർ ആക്സസറീസ് സെയിൽ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അതൊന്ന് കൊളാബ് ചെയ്ത്. അപ്പോൾ ചിലവർ പെയ്ഡായിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അവർ പറയുന്ന എമൗണ്ട് നമ്മൾ അയച്ചു കൊടുക്കേണ്ടി വരും. ചിലർ നമുക്ക് ഫ്രീ ആയിട്ട് ബാർട്ടർ കൊളാബായിട്ട് ചെയ്തു തരും. അതായത് നമ്മൾ പ്രൊഡക്റ്റ് അയച്ചു കൊടുത്താൽ അതിനെ അവർ പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഓരോരുത്തരും ചെയ്യുന്നുണ്ടാവുക. യൂട്യൂബിലാവുമ്പോൾ കുറച്ചുകൂടി ആ ഒരു പ്രൊമോഷൻ്റെ എമൗണ്ട് കൂടും. ഇത് നമ്മൾ ഇതേപോലെ സെർച്ച് ബാർ ഉണ്ടാവും. ആ ഒരു സെർച്ച് ബാറിൽ പോയിട്ട് നമുക്ക് നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ സെലിബ്രിറ്റീസിൻ്റെ നെയിം അറിയാം, അവരുടെ ഇൻസ്റ്റ ID അറിയാമെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ പ്രൊഫൈൽ നമുക്ക് വരും. എപ്പോഴും നമ്മൾ പ്രൊഫൈൽ വെരിഫൈ, അത് ഒറിജിനലാണോ, അവരാരെങ്കിലുമായിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ടോ, നമ്മളെപ്പോഴും നോൺ മലയാളീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുറത്തുള്ളവർക്ക് കൊളാബ് ചെയ്യുമ്പോൾ ഇത് കണ്ടപ്പോൾ മമിത ബൈജു എന്ന ആക്ട്രസ്, ഞാൻ അവർക്ക് കുറേ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് കാരണം ഇങ്ങനെയുള്ള വലിയ ആക്ടർമാരുടെയൊന്നും പേജ് അവരെല്ലാം ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇമെയിൽ ID ഉണ്ടാവും. ആ ഇമെയിലിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ അവർ തന്നെ അവരുടെ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അതായത് പ്രൊമോഷന് വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി വേറെ ഏതെങ്കിലും ഒരു ID കൊടുത്തിട്ടുണ്ടാവും. അതിന് വർക്ക് ചെയ്യുന്ന ആളായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റേറ്റ് ഈ ഒരു പ്രൊമോഷൻ്റെയൊക്കെ ചാർജ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഒരു ഷോപ്പ് ഇനാഗ്രേഷൻ പോലെ തന്നെയാണ്, ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും.
കാരണം എല്ലാവർക്കും ഒരേ ചാർജ് ആയിരിക്കില്ല, ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന ഐറ്റംസ് നമ്മൾ സെലിബ്രിറ്റീസിന് കൊടുക്കാം. അപ്പോൾ ചിലർ സ്റ്റോറി മാത്രം ഷെയർ ചെയ്യും, അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അങ്ങനെ അത് ഓരോരുത്തരുടെ എന്താ പറയുക, ഓരോ ടൈപ്പാണല്ലോ. ഇപ്പോൾ നമ്മൾ പെയ്ഡ് ചെയ്യുന്നതും പെയ്ഡ് അല്ലാത്തത് ചെയ്യുന്നതും പോലെ തന്നെ ചിലർ സ്റ്റോറി മാത്രം ചെയ്യും, ചിലർ ഹൈലൈറ്റിൽ ആഡ് ചെയ്യും, ചിലർ റീൽസോ അല്ലെങ്കിൽ പോസ്റ്റ് മാത്രം ചെയ്യും. അങ്ങനെയുള്ള ഡിഫറൻസൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വീഡിയോ ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും എങ്ങനെ നമ്മളിത് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്